ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ചെയ്തിരിക്കുന്ന റെസിപ്പി ചീസി കോളിഫ്ലവർ ബൈറ്റ്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇതിന് ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ചെയ്യണമെന്ന് നോക്കാം. ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ കോളിഫ്ലവറിനെ നല്ല ക്ലീൻ ചെയ്തിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞളും ആഡ് ചെയ്തിട്ട് നമ്മൾ ബോയിൽ ചെയ്തെടുക്കണം. ബോയിൽ ചെയ്ത കോളിഫ്ലവറിനെ ഡ്രെയിൻ ചെയ്തെടുത്തിട്ട് ഇതേപോലെ ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്യണം. ഇപ്പം ഈ ചെറിയ ചെറിയ പീസസ് കട്ട് ചെയ്യാൻ ലേറ്റ് ആവണമെന്നുണ്ടെങ്കിൽ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്താലും മതി. അപ്പം ഞാനിപ്പോൾ കട്ട് ചെയ്താണ് എടുക്കണേ. അങ്ങനെ എല്ലാ കോളിഫ്ലവറും ഞാൻ കട്ട് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം നമുക്ക് സ്മാഷ്ഡ് പൊട്ടാറ്റോ 1 കപ്പ് ആഡ് ചെയ്യാം. 1 കപ്പ് ചോപ്ഡ് ഓണിയൻസ് ആഡ് ചെയ്യാം. 1 സ്പൂണ് പെപ്പർ പൗഡർ ആഡ് ചെയ്യാം. 1 സ്പൂണ് ജിഞ്ചർ ഗാർലിക് പൗഡർ ആഡ് ചെയ്യാം. ജിഞ്ചർ ഗാർലിക് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. സോ ജിഞ്ചർ ഗാർലിക് പൗഡർ ആഡ് ചെയ്യാം. ഇനി ഓൾ പർപ്പസ് സീസണിങ് ആഡ് ചെയ്യാം. ഇതും നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം 1 സ്പൂണ്. അതും വാങ്ങിക്കാൻ കിട്ടും. ഇനി നമുക്ക് പാർസ്ലി ആഡ് ചെയ്യാം. ഇതില്ലെങ്കിൽ നമുക്ക് കൊറിയാൻഡർ ലീവ്സ് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് പ്രോസസ്ഡ് ചീസ് ആഡ് ചെയ്യാം. ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് പ്രോസസ്ഡ് ചീസ് ആഡ് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ സ്പൂണും കൊണ്ട് മിക്സ് ചെയ്യാൻ നോക്കണില്ലെങ്കിൽ നമുക്ക് കൈയും കൊണ്ടും നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 2 സ്പൂണ് എണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം. എണ്ണ ആഡ് ചെയ്തതിന് ശേഷം നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ ബ്രെഡ് ക്രംസ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കട്ട്ലറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് എടുത്തിട്ട് ബ്രെഡ് ക്രംസിൽ ഡിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ചീസി കോളിഫ്ലവർ ബൈറ്റ്സ് എല്ലാം ഒരു പ്ലേറ്റിൽ ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ദോശ പാൻ ചൂടായതിന് ശേഷം എണ്ണ സ്പ്രെഡ് ചെയ്യണം. എണ്ണ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓരോ ചീസി കോളിഫ്ലവർ ബൈറ്റ്സ് നമുക്ക് പാനിൽ വയ്ക്കാം. ഇത് നമുക്ക് ഡീപ്പ് ഫ്രൈയും ചെയ്യാം, ഇങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. ഇതേപോലെയാണ് ചെയ്തെടുക്കാൻ പോണത്. അങ്ങനെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ അടുത്ത സൈഡും കൂടെ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. നമ്മളെ ചീസി കോളിഫ്ലവർ ബൈറ്റ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി സെർവിങ് ബൗളിലോട്ട് മാറ്റാം. സോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. താങ്ക്സ് ഫോർ വാച്ചിങ്.